ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിഷമത്തോടെയും ആശങ്കയോടുകൂടിയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ, അതായത് താമരശ്ശേരി, ഒരു കുഞ്ഞ് അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ട കാര്യം നിങ്ങളൊക്കെ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. അതായത് കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലെ പ്രമുഖ ട്യൂഷൻ സെൻ്ററിൽ ഒരു ഫെയർവെൽ പരിപാടിക്കിടെയുണ്ടായ ഒരു നിസ്സാര കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടായി. അതായത് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ച് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കട്ടായിപ്പോയപ്പോൾ ചില കുട്ടികൾ കൂവി. അതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പണ്ട് മുതലേ ഈ ഓരോ പ്രോഗ്രാമും അതിനിടയ്ക്ക് കൂവലും സർവ്വസാധാരണമാണല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. പിന്നീട് വ്യാഴാഴ്ച മുഹമ്മദ് ഷഹബാസ് എന്ന ആ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിച്ച് നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് തലച്ചോർ തല്ലിപ്പൊളിച്ചു. ഈ നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങളും ഇടിവളയങ്ങളും ഒക്കെ ഈ 16 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. അതൊക്കെ അവർക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തെളിവാണ്. ഏതായാലും അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവസാനം വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ആ കുഞ്ഞു മരണത്തിന് കീഴടങ്ങി. 2 സ്കൂളിലെ കുട്ടികൾ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടത്. അതായത് MJHSS വട്ടോളിയിലെ കുട്ടികളും അതുപോലെ കോരങ്ങാട് ഹൈസ്കൂളിലെ കുട്ടികളും. ഷഹബാസ് എന്ന മരിച്ച കുട്ടി ഇതിൽ പെട്ടുപോയതാണെന്നാണ് പറയുന്നത്. കൂവിയ കൂട്ടത്തിലൊന്നും ഈ കുട്ടി പെട്ടിട്ടില്ല കേട്ടോ. പിന്നീട് പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോഴാണ് ഇതിലകപ്പെട്ടതെന്നാണ് കേട്ടത്. തല്ല് കിട്ടാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള കുട്ടികൾ, കൂടെയുള്ള കുട്ടികൾ ഓടി. കിട്ടാനുള്ളതൊക്കെ ഈ കുഞ്ഞിന് കിട്ടുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ഈ കുട്ടിയെക്കുറിച്ച് കൂട്ടുകാർക്കും വീട്ടുകാർക്കും ടീച്ചേഴ്സിനൊക്കെ അയൽവാസികൾക്കും ഒക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഓഡിയൻസ് അധികവും ഉമ്മമാരും അമ്മമാരും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഞാനടക്കി, എൻ്റെ കുഞ്ഞുങ്ങളടക്കി, നമ്മുടെ മക്കൾ ഇത്ര ചെറുപ്പത്തിൽ, ഈ കൊല്ലപ്പെട്ട കുട്ടിയും കൊന്ന കുട്ടികളൊക്കെ തന്നെ ഏകദേശം 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളായിട്ട് ഇവർ മാറിയത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമത് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒന്നാമത് തന്നെ ഫോണ്, രണ്ടാമത് വയലൻസ് ഗെയിംസ്, മൂന്നാമത് വയലൻസ് സിനിമ, പിന്നെ സമൂഹവുമായി ശരിയായ ബന്ധമില്ലായ്മ, അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചുറ്റുപാട്, അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പേരൻസ്. അതുപോലെ ഇങ്ങനത്തെ ആക്രമണ സംഭവങ്ങൾ ലഹരിക്കും സിനിമയ്ക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. പണ്ടൊക്കെ ഒന്ന് കയ്യോ കാലോ അറ്റുപോകുന്ന രീതിയിലുള്ള ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ തന്നെ ടെൻഷനായിട്ട് കുറേ ദിവസത്തേക്ക് ശരീരവും മനസ്സും മരവിച്ച് തളർന്ന രീതിയിലേക്കാവുമായിരുന്നു. മനുഷ്യന്മാർ ഇന്ന് മറ്റൊരാളുടെ ചോര ചീറ്റുന്നതും തല അറുക്കുന്നതും കണ്ണ് കുത്തി പൊട്ടിക്കുന്നതുമൊക്കെ ഡെയിലി ന്യൂസിൽ കേട്ടും കണ്ടും അതുപോലെ നേരിൽ കണ്ടും കുറ്റബോധമോ അറപ്പോ തരിപ്പോ ഇല്ലാതെയായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കുറ്റം ചെയ്ത കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം വോയിസ് ക്ലിപ്പുകൾ. എത്ര ലാഘവത്തോടെയാണ് അവർ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്, പോയി നോക്കുക എന്നൊക്കെ പറയുന്നത്. നല്ല ഹാപ്പിയിൽ നല്ല എന്തോ കാര്യങ്ങൾ ചെയ്ത രൂപത്തിലാണ് അവർ പറയുന്നത്. അതുപോലെ ഈ നാട്ടിൽ എത്ര കുറ്റകൃത്യങ്ങൾ ചെയ്താലും വലിയ ശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസും അവരെ ആ സംസാരത്തിലില്ല. അവർ പറഞ്ഞതാണ് ഇതിനൊന്നും കേസൊന്നും ഉണ്ടാവില്ല. അതുപോലെ തല തല്ലി പൊട്ടിക്കുന്നതും നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്നതും കണ്ണടിച്ച് പൊട്ടിക്കുന്നതുമൊക്കെ സിനിമ നോർമലൈസ് ചെയ്ത് വെച്ചു. ലഹരി അതിനൊരു ഫ്യൂവലുമായി. നന്മ മാത്രം കണ്ടൻ്റായിട്ടുള്ള 100 സിനിമ ഇറക്കിയാലും മനുഷ്യന് ആ നന്മ ജീവിതത്തിൽ പകർത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ തിന്മ കണ്ടൻ്റുള്ള ഒരു സിനിമ മതി കുട്ടികളെയൊക്കെ സ്വാധീനിക്കാൻ. അതായത് ഇതുപോലെ സ്ട്രെസ്സ്, ദേഷ്യം, വാശിയും വൈരാഗ്യവും ശത്രുതയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ വയലൻസ് കണ്ടൻസുള്ള മൂവീസ് കാണുമ്പോൾ വളരെ പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളെ ഇത് സ്വാധീനിക്കും. അതുപോലെ എല്ലാ കച്ചറകളിലും കയറി ഒരടിയൊക്കെ കൊടുത്ത് ഹീറോ ആകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്.
അല്ലാത്തവർക്ക് തന്തവൈബാണ്, പഠിപ്പിച്ചാണെന്നൊക്കെ വിളിച്ച് കളിയാക്കലാണ്. എൻ്റെ മോനൊക്കെ 16 വയസ്സുള്ള കുട്ടിയാണ്. ഓന് പറയുന്നത് ഞാൻ കേൾക്കലുണ്ട്. അല്ലാത്ത ഇതിൽ നിന്നൊക്കെ മാറി നിന്നോ, എനിക്ക് തന്തവൈബാന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനനുസരിച്ചൊരു ഡയലോഗും ഉണ്ട്. എന്താ പക അത് വീട്ടാനുള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു BGM ഒക്കെ കുത്തി നിറച്ചിട്ട് ഒരു റീൽസൊക്കെ അവിടെ ഇടും. ഒന്നുകിൽ വീട്ടുകാരോട് പക, അല്ലെങ്കിൽ കൂട്ടുകാരോട്, അല്ലെങ്കിൽ നാട്ടുകാരോട്. ചെറിയ കനലായിരിക്കും അത്. സാഹചര്യവും ലഹരിയും ഇതുപോലുള്ള വയലൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫിലിമും അതുപോലെ റീൽസും ഒക്കെ കൂടി അതിനെ ആളി കത്തിക്കും. അതുപോലെ മുമ്പ് എത്ര പൈസ ഉള്ളവനും ഇല്ലായ്മ മക്കളെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്കെല്ലാം എപ്പോഴും കിട്ടില്ലെന്നുള്ളൊരു പൊതുബോധവും ഉണ്ടായിരുന്നു. ഇന്ന് ആ വ്യവസ്ഥ തന്നെ മാറി. മക്കൾക്ക് വേണ്ടി ഉള്ളവനും ഇല്ലാത്തവനും വാരിക്കോരി ലോൺ എടുത്തിട്ടാണെങ്കിലും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നടത്തി കൊടുക്കും. ഞാൻ നേടാത്തതും എനിക്ക് കിട്ടാത്തതും എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന വാശി. ഈ പേരൻറ്റിങ് രീതിയാണ് നമ്മുടെ മക്കളെ വഷളാക്കുന്ന ഒന്നാമത്തെ കാരണം തന്നെ ഇതാണ്. അവർക്ക് എന്തിനും ഏതിനും ഒരു മത്സരത്വര ഉണ്ടാക്കുകയും സഹാനുഭൂതിയും അനുകമ്പയും ഇല്ലാതാക്കി ലഹരിയും മറ്റും പരീക്ഷിക്കാനുള്ള ചിന്തയും ഇതിലൂടെ വളർത്തുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പുതിയ തലമുറയെ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക. അവർ തെറ്റുകാരായെങ്കിൽ അതിന് കാരണക്കാർ നമ്മളും കൂടിയല്ലേ. നമ്മൾ കുടുംബവുമായി സംസാരിച്ചിരിക്കേണ്ട സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അവരെ മനസ്സിലാക്കാനോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരെ കൂട്ടുകെട്ടിനെ കുറിച്ച് മനസ്സിലാക്കാനോ അവരെ സന്തോഷിപ്പിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അവിടെ നമ്മൾ ഫോണിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പരസ്പരം മനസ്സിലാക്കലുകൾ കുറയുന്നു. കുട്ടികൾക്ക് എന്നും ഏതും എന്ത് കാര്യവും തുറന്നു പറയാനും സ്നേഹിക്കാനുമുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പേരൻസ് ആയിരിക്കണം. എന്ത് തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴും വീട്ടുകാരെ കുറിച്ചോർത്ത് പിന്തിരിയുന്ന രീതിയിലേക്ക് അവരെ മനസ്സിനെ നമ്മൾ സ്വാധീനിച്ച് മാറ്റിയെടുക്കണം. അതുപോലെ അധ്യാപകരും. പണ്ടൊക്കെ അധ്യാപകരെ പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ കയ്യിലെ ചൂരൽ എന്ന് വാങ്ങിവെച്ചോ എന്ന് നിയമം വന്നു അന്ന് തുടങ്ങി അച്ചടക്കമില്ലായ്മ. അധ്യാപകരുടെ വടി തിരികെ കൊടുക്കൂ. ഒരു പ്രവർത്തനത്തിന് പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പിന്നെ അതുപോലെ പഠന മികവൊക്കെ പല കുട്ടികളും വ്യത്യസ്തമായിരിക്കും. അവിടെ ശിക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, പക്ഷേ മര്യാദ പഠിപ്പിക്കണം, അടിച്ചിരുത്തണം. ഇതായിരുന്നു ഒരു കാലത്തെ അധ്യാപന രീതിയും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് അങ്ങനല്ലേ. നമ്മളെ അധ്യാപകരൊക്കെ നമുക്ക് ഇന്നും ഓർക്കുമ്പോൾ ആ വടിൻ്റെ വേദന, തല്ലിൻ്റെ വേദന ഉണ്ടാകുമെങ്കിലും ആ പേടിയും ബഹുമാനവും ഒക്കെ ഇന്നും നമ്മളെടുത്തില്ലേ. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെപ്പോലാണോ? അന്ന് ഇങ്ങനത്തെ കൊലപാതകങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. ഏതായാലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒന്നും വരാതിരിക്കട്ടെ. ആ കുട്ടിക്കും മാതാപിതാക്കൾക്കും നീതി ലഭിക്കട്ടെ. അതുപോലെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ക്ഷമ നൽകട്ടെ. തെറ്റ് ചെയ്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കട്ടെ. പ്രായത്തിൻ്റെ ഇളവ് അവർക്ക് കൊടുക്കരുത്. ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള വിശ്വാസക്കുറവാണ് ഇതുപോലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. എന്ത് ചെയ്താലും ഊരിപ്പോരും എന്നൊരു മനോഭാവമുണ്ട്. അപ്പോൾ തക്കതായ ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.